നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലി ഇന്ന് ഡൽഹിയിൽ. രാംലീല മൈതാനി രാവിലെ 10 മണി മുതൽ ആണ് ജനാധിപത്യം സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയുള്ള റാലി. ആം ആദ്മി പാർട്ടി, കോൺഗ്രസ്, ഇടതു പാർട്ടികൾ ഉൾപ്പെടെ 28 പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ റാലിയിൽ പങ്കെടുക്കും. 1 ലക്ഷത്തിലധികം പേർ റാലിയിൽ പങ്കെടുക്കും എന്നാണ് ഇന്ത്യ മുന്നണി വ്യക്തമാക്കിയിട്ടുള്ളത്. ER രാഗേഷ് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഗേഷ്, തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം, അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ്, ഇന്ത്യ മുന്നണിയുടെ ശക്തിപ്രകടനമാണോ 10 മണിക്ക് നടക്കാൻ പോകുന്നത്? അഭിലാഷ്, തെരഞ്ഞെടുപ്പ് പ്രചാരണം മുറുകിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള പത്രികാ സമർപ്പണമൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഏപ്രിൽ 19-ന് വോട്ടെടുപ്പ് നടക്കുകയാണ്. ഏതായാലും ആ ഘട്ടത്തിലാണ് സർക്കാരിനെതിരെ പ്രത്യക്ഷ സമരവുമായി ഇപ്പോൾ ഇന്ത്യ സഖ്യം രംഗത്ത് വരുന്നത്. ഇതിലേക്ക് നയിച്ച സാഹചര്യം അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റാണ്. കഴിഞ്ഞ 21-ാം തീയതിയാണ് ഡൽഹി മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തത്. അതിനുശേഷമാണ് ഇന്ത്യ മുന്നണി വീണ്ടും സജീവമായി ഇത്തരത്തിൽ ഒരു വേദി, ബഹുജന റാലി സംഘടിപ്പിക്കുന്നത്. രാംലീല മൈതാനിയിലാണ് 10 മണിക്കാണ് റാലി നിശ്ചയിച്ചിട്ടുള്ളത്. ഏതായാലും 28 പ്രതിപക്ഷ പാർട്ടികൾ ഈ റാലിയുടെ ഭാഗമാകും എന്നാണ് നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. പ്രധാനമായും കോൺഗ്രസിൽ നിന്ന് മല്ലികാർജ്ജുൻ ഖർഗെ പങ്കെടുക്കും. ഒപ്പം തന്നെ ഇടതു പാർട്ടികൾ CPM-ൽ നിന്ന് സീതാറാം യെച്ചൂരി, CPI-യിൽ നിന്ന് D രാജ, NCP-യിൽ നിന്ന് ശരത് പവാർ, ഉദ്ധവ് താക്കറെ, ആദിത്യ താക്കറെ തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും. ഒപ്പം തന്നെ സഞ്ജയ് റൌത്തും പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. JMM-ൽ നിന്ന് മുഖ്യമന്ത്രി ചമ്പൈ സോറൻ ആയിരിക്കും JMM-നെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുക. ഒപ്പം പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഈ സഖ്യത്തിന്റെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ല. പക്ഷേ മമതാ ബാനർജി പങ്കെടുക്കുന്നില്ലെങ്കിൽ പോലും ഡെറിക് ഒബ്രൈൻ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു വിശാല ഐക്യം, ഇന്ത്യ മുന്നണിയുടെ വേദി, കേന്ദ്രത്തിനെതിരെ ഒരു പ്രതിപക്ഷ സഖ്യത്തിന്റെ ഒരു കൂട്ടായ്മ, അതാണ് ഇതിലൂടെ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. ഏതായാലും വിവിധ വിഷയങ്ങളാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നത്. ഒന്ന്, ED അടക്കമുള്ള അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ആദായ നികുതി വകുപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് സാമ്പത്തികമായും ഇത്തരത്തിൽ തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊന്ന്, തൊഴിലില്ലായ്മ, ഒപ്പം തന്നെ സ്ത്രീകൾ നേരിടുന്ന അതിക്രമം അടക്കമുള്ള വിഷയങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്തായി വാർത്തകൾ നിറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഇലക്ട്രോൾ ബോണ്ടുമായി ബന്ധപ്പെട്ട അഴിമതികൾ. അപ്പോൾ അതിൽ BJP-യുടെ പങ്ക് തുടങ്ങിയ വിഷയങ്ങൾ ഏതായാലും പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റാണ് ഇത്തരമൊരു കൂട്ടായ്മയിലേക്ക് വഴി തെളിയിച്ചെങ്കിൽ പോലും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് ഇത് കേവലം ഒരു നേതാവിന് ഉദ്ദേശിച്ചുള്ള അല്ലെങ്കിൽ നേതാവിന് വേണ്ടിയുള്ള റാലിയല്ല, ഏതെങ്കിലും പാർട്ടിയുടെ മാത്രം നടത്തുന്ന ഒരു പരിപാടിയല്ല, മറിച്ച് ജനാധിപത്യം സംരക്ഷിക്കുക, ഭരണഘടന സംരക്ഷിക്കുക, ഈ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ഇന്ത്യ സഖ്യം ഈ പ്രചാരണത്തിനായി അല്ലെങ്കിൽ ഈ ബഹുജൻ റാലിയുമായി രംഗത്ത് വരുന്നത്. അതിനെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മാത്രം പരിപാടിയുമായി ചുരുക്കി കാണരുത് എന്ന ആവശ്യം കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതായാലും പ്രതിപക്ഷ ഐക്യത്തിന്റെ വിളിച്ചോതുന്ന ഒരു പരിപാടിയാക്കി, റാലിയാക്കി മാറ്റുകയാണ് ഇതിനേതായാലും ഇന്ത്യ മുന്നണി നേതാക്കൾ ലക്ഷ്യമിടുന്നത്. പ്രത്യേകിച്ച് ഡൽഹിയിൽ ഇത്തവണ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സഖ്യമായി മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ 7 മണ്ഡലങ്ങളിൽ നിന്ന് പരമാവധി പ്രവർത്തകരെയും ഒക്കെ രാംലീല മൈതാനിലേക്ക് എത്തുകയാണ് പാർട്ടികളുടെ ലക്ഷ്യം. അഭിലാഷ്.